നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പ്രജിന്റെ മുറിക്കകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മുറിക്കുള്ളിൽ നിന്ന് പല സംശയാസ്പദമായ കാര്യങ്ങളും കണ്ടെത്തുകയും ചെയ്തിരുന്നു. മുറിക്കുള്ളിൽ നിന്ന് 1000-ലധികം സിഗരറ്റ് പാക്കറ്റുകളാണ് കണ്ടെത്തിയത്. ബാർബർ ഷോപ്പിൽ നിന്നതുപോലെ മുടി മുറിച്ച് മുറിയുടെ ഒരു മൂലയ്ക്ക് കൂട്ടിയിട്ടിരുന്നു. വവ്വാലിന്റെ ചിത്രമുള്ള ആയുധങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. കൂടാതെ ചന്ദനം, മഞ്ഞ നിറത്തിലുള്ള പൊടികൾ, അങ്ങനെ പലതും തന്നെ ആ മുറിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. മകന് ബ്ലാക്ക് മാജിക് ഉണ്ടെന്നായിരുന്നു അമ്മയുടെ പ്രതികരണം. അച്ഛനെ കൊന്ന മകൻ തന്നെയും മകളെയും കൊലപ്പെടുത്തുമെന്ന ഭയവും ഈ അമ്മ പങ്കുവച്ചിരുന്നു. എപ്പോഴും മുറി പൂട്ടിയിട്ട് മാത്രമേ ഇയാൾ പുറത്ത് ഇറങ്ങിയിരുന്നുള്ളൂ. ആരെങ്കിലും മുറിക്കകത്തേക്ക് പോയാൽ തടയും. അച്ഛനെയും അമ്മയും ഭീഷണിപ്പെടുത്തിയിരുന്നു. അച്ഛനെ കഴുത്തിന് പിടിച്ച് ചുവരിൽ ചേർത്ത് നിർത്തുന്ന സ്വഭാവം വരെ ഇയാൾക്ക് ഉണ്ടായിരുന്നതായി അമ്മ പറയുന്നുണ്ടായിരുന്നു. ബ്ലാക്ക് മാസിന് സമാനമായ പലതും കണ്ടിരുന്നു. പല സിംബൽസും അവൻ വരച്ച് സൂക്ഷിച്ചിരുന്നു. അതിൽ തന്നെ ഒരാളുടെ കഴുത്തറുത്ത് ചോര വാർന്നു പോകുന്ന ചിത്രവും ഉണ്ടായിരുന്നു. ആ തല അവൻ എടുത്ത് പിടിക്കുന്നതും അവൻ കുറച്ചുപേരെ ഇനിയും കൊല്ലുമെന്നൊക്കെ എഴുതിയിരിക്കുന്നതും അതിൽ ഉണ്ടായിരുന്നു. ബ്ലാക്ക് മാജിക് സ്റ്റിക്ക്, മോതിരം, ഓം പോലുള്ള വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം, കറുത്ത വസ്ത്രമോ ചുവപ്പ് വസ്ത്രമോ ധരിച്ച് നൃത്തം കളിക്കുക, അങ്ങനെ 1 വർഷക്കണക്കായ മുടിയായിരുന്നു ആ വാഷ്റൂമിൽ സൂക്ഷിച്ചിരുന്നത്. ഐ എം എ സൈക്കോ എന്നൊക്കെ പേപ്പറുകളിൽ എഴുതി സൂക്ഷിച്ചിരുന്നു. മറ്റൊരാളെ കൊലപ്പെടുത്തി അയാളുടെ തലയും തലയോട്ടികളും ചങ്ങലയിൽ കോർത്ത് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ചിത്രവും ഒക്കെ ഏറ്റവും ഒടുവിലായി മേശപ്പുറത്ത് പ്രജിൽ വരച്ച് സൂക്ഷിച്ചിരുന്നു. ഒരാൾ 5 പേരെ കൊല്ലുന്നു, അതിൽ ആദ്യത്തെ ആളെ കൊല്ലുന്നത് ഞാൻ നേരിട്ട് കണ്ടു, ഇനി ബാക്കി 4 പേരെ ലക്ഷ്യമുണ്ട് എന്നൊക്കെയും എഴുതി സൂക്ഷിച്ചിരുന്നു. സ്വന്തമായി വെൽഡ് ചെയ്ത് സാത്താൻ സേവയ്ക്ക് ഉപയോഗിക്കുന്ന പ്രത്യേക രീതിയിലുള്ള കത്തികളാണ് ഇയാൾ മുറിയിൽ സൂക്ഷിച്ചിരുന്നത്. ഇപ്പോഴാ കിളിയൂർ ജോസിന്റെ കൊലപാതകം സാത്താൻ സേവയെന്ന് പറയുകയാണ് പാരാസൈക്കോളജിസ്റ്റ് ഡോക്ടർ വി ജോർജ് മാത്യു. സാത്താനെ പ്രീതിപ്പെടുത്താനാണ് ജോസിനെ കൊലപ്പെടുത്തിയത്. ജോസിന്റെ കൊലപാതകം നന്തൻകൂട് കൊലപാതകത്തോട് സാമ്യമുള്ളതാണ്. പ്രജിന്റെ മുറിയിൽ കണ്ടത് ബ്ലാക്ക് മാജിക്കിന്റെ വസ്തുക്കളല്ലെന്നും ജോർജ് മാത്യു പറയുന്നു. തിരുവനന്തപുരം നന്തൻകൂട് കേഡൽ ജൻസൺ രാജ മാതാപിതാക്കൾ അടക്കം 4 പേരെ കൊലപ്പെടുത്തിയ സംഭവമായി സാമ്യമുള്ളതാണെന്നും ജോർജ് മാത്യു ചൂണ്ടിക്കാണിച്ചു. പ്രജിന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കൾ സൂചിപ്പിക്കുന്നത് സാത്താൻ സേവ എന്നാണ്. വരച്ച ചിത്രങ്ങളും രൂപങ്ങളും സാത്താൻ സേവ എന്നതാണ് തെളിയിക്കുന്നതെന്നും ജോർജ് മാത്യു പറഞ്ഞു. സിനിമാ പഠനത്തിനായി കൊച്ചിയിലെത്തിയപ്പോൾ ലഭിച്ച ബന്ധങ്ങളാവാം ഇതിന് പിന്നിലെന്നും സംശയിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ മാസം 5-നാണ് അതിക്രൂര കൊലപാതകം നടന്നത്. വെള്ളറ സ്വദേശി ജോസിനെ മകൻ പ്രജിൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കോവിഡിനെ തുടർന്നാണ് പ്രജിൻ ചൈനയിലെ മെഡിക്കൽ പഠനം പൂർത്തിയാക്കാതെ നാട്ടിൽ മടങ്ങിയെത്തിയത്. പിന്നീടാണ് അഭിനയമോഹമായി പ്രജിൻ കൊച്ചിയിലെത്തിയതും. കൊച്ചിയിൽ നിന്നും തിരികെ വന്ന ശേഷം മകനിൽ കാര്യമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയെന്നാണ് അമ്മ പ്രതികരിച്ചത്. 2014-ലാണ് പ്രജിൻ മെഡിക്കൽ പഠനത്തിനായി ചൈനയിലെ വുഹാൻ സിറ്റിയിലെത്തിയത്. കൊച്ചിയിലെ ഒരു ഏജൻസി വഴിയായിരുന്നു ചൈനയിൽ പോയതും. എന്നാൽ കോവിഡ് കാലത്ത് പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ പ്രജിൻ നാട്ടിലേക്ക് മടങ്ങി. അവസാന വർഷ പരീക്ഷയ്ക്ക് അടയ്ക്കാനിരുന്ന ഫീസ് ഏജൻസി വഴി അടച്ചെങ്കിലും അത് കോളേജിന് ലഭിച്ചില്ലെന്ന കാരണത്താൽ പ്രജിന് പരീക്ഷ എഴുതാനും കഴിഞ്ഞിരുന്നില്ല. ഏജൻസിക്കെതിരെ DGPക്കും SP-ക്കും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് പ്രജിൻ പരാതിയും നൽകിയിരുന്നു. കഴിഞ്ഞ 7 വർഷത്തിലധികമായി തങ്ങൾ മകൻ പ്രജിന് ഭയന്നാണ് ജീവിച്ചിരുന്നതെന്നാണ് അമ്മ സുഷമ വെളിപ്പെടുത്തിയത്. കൊച്ചിയിൽ നിന്നും സിനിമാ പഠനം കഴിഞ്ഞെത്തിയ ശേഷമാണ് പ്രജിന് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. മുറിയിൽ നിന്നും ഓം പോലുള്ള ശബ്ദം കേൾക്കുമായിരുന്നുവെന്നും മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും സുഷമ പറഞ്ഞിരുന്നു. കൊലപാതകത്തിന് ശേഷമാണ് ബ്ലാക്ക് മാജിക് ആണെന്നത് അറിഞ്ഞിരുന്നതായും ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. കഴിഞ്ഞ 7 വർഷമായി മകന്റെ അടിമകളായി ജോസിനും സുഷമയ്ക്കും കഴിയേണ്ടി വന്നു. രാത്രികാലങ്ങളിൽ ഇരുവരെയും വീടിന് പുറത്താക്കി വീട് പൂട്ടുക, അച്ഛനെ മർദ്ദിക്കുക, അച്ഛനെ കഴുത്തിനോട് പിടിച്ച് ചുവരോട് ചേർത്ത് ഉയർത്തി നിർത്തുക തുടങ്ങി ശാരീരികമായും മാനസികമായും ഒക്കെ പ്രജി നിരന്തരം ഉപദ്രവിച്ചുവെന്നാണ് സുഷമ വെളിപ്പെടുത്തിയിരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.